നമസ്കാരം. ഇന്ത്യയൊന്ന് തൊടാൻ പാകിസ്ഥാന് കഴിയില്ലെങ്കിൽ പോലും ഒരു ആക്രമണം ഉണ്ടായാൽ അത് എല്ലാവിധത്തിലും തടയാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട്. ഇന്ത്യൻ സംവിധാനങ്ങൾ അത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെന്നതാണ് കാര്യം. പാകിസ്ഥാന്റെ വ്യോമാക്രമണം ഉണ്ടായാൽ തലസ്ഥാനത്തെ ജനങ്ങൾക്ക് കയറി ഒളിക്കാനുള്ള ഭൂഗർഭ അറകളാക്കി ദില്ലി മെട്രോയുടെ ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനുകളെ മാറ്റാൻ സാധിക്കും. ഇന്ത്യയിൽ മാത്രമല്ല, ജർമ്മനി ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങളിലെല്ലാം നഗരങ്ങളിലെ ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനുകൾ ശത്രു രാജ്യങ്ങളുടെ വ്യോമാക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനുള്ള സുരക്ഷാ കേന്ദ്രങ്ങളാണ്. റഷ്യയുടെ ബോംബാക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ യുക്രൈനിലെ കീവിലെ ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനുകളാണ് ഉപയോഗിച്ചത്. കീവിൽ 52 ഭൂഗർഭ മെട്രോ സ്റ്റേഷനുകളുണ്ട്. ഇത് റഷ്യ അമേരിക്ക ശീതയുദ്ധകാലത്ത് നിർമ്മിച്ചവയാണ്. കീവിലെ ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനുകളിൽ 10,000-കണക്കിന് ജനങ്ങൾ രാത്രിയായാൽ റഷ്യയുടെ ബോംബാക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ കിടക്കയും അവരുടെ വളർത്തുനായ്ക്കളുമായി അഭയം തേടുന്നത് സ്ഥിരം കാഴ്ചയാണ്. റഷ്യയിലെ ഒരു ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനാണ് പാർക്ക് പോബഡി സ്റ്റേഷൻ. ഇത് ഭൂനിരപ്പിൽ നിന്നും 84 മീറ്റർ താഴെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദില്ലി മെട്രോ റെയിൽ കോർപ്പറേഷൻ ദില്ലി മെട്രോയുടെ ഭാഗമായി ആകെ 257 സ്റ്റേഷനുകൾ പണിതിട്ടുണ്ടെങ്കിൽ ഇതിൽ 71 എണ്ണം മാത്രമാണ് ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനുകളായി ഉള്ളത്. യെല്ലോ ലൈൻ സ്റ്റേഷനുകൾക്ക് 20 ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനുകളാണ് ഉള്ളത്. ഇതിൽ ചൗരി ലൈനും ഹോസ് ബൗസും വരെ ഉൾപ്പെടുന്നു. ഇതിൽ ഹോസ് ബസ്, ചൗരി, ബസാർ എന്നീ റെയിൽവേ സ്റ്റേഷനുകൾ യഥാക്രമം 25ഉം 29 മീറ്റർ മാത്രം ആഴത്തിലാണ്. 40 കിലോമീറ്റർ ദൂരമുള്ള മജന്ത ലൈനിൽ 15 ഭൂഗർഭ റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. 59.2 കിലോമീറ്റർ ദൂരമുള്ള പിങ്ക് ലൈനിന് 12 ഭൂഗർഭ സ്റ്റേഷനുകളുണ്ട്. അതുപോലെ വയലറ്റ് ലൈനിലാകട്ടെ 11 ഭൂഗർഭ സ്റ്റേഷനുകളുണ്ട്. അതേസമയം സ്വിറ്റ്സർലാൻഡിലാണ് ഏറ്റവും കൂടുതൽ ബങ്കറുകൾ ഉള്ളതായി പറയപ്പെടുന്നത്. യുദ്ധ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഒളിക്കാൻ ഇവിടെ 3.6 ലക്ഷം ഭൂഗർഭ അറകളുണ്ട്. സ്വിറ്റ്സർലാൻഡിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഇവിടെ അഭയം തേടാം. അതേസമയം ഇന്ത്യക്ക് ജമ്മു കശ്മീരിൽ ആകെ 8,000 ബങ്കറുകൾ മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ ജമ്മു, കത്വ, സാംബ, പൂഞ്ച്, രജൌരി എന്നീ 5 ജില്ലകളിൽ മറ്റൊരു 14,460 ബങ്കറുകൾ കൂടി നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നാളുകളിൽ ഇന്ത്യ പാക് അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ സാധാരണ പൗരന്മാർക്ക് നേരെ പാകിസ്ഥാൻ യുദ്ധ നിയമം ലംഘിച്ച് ആക്രമണം നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ ബങ്കറുകൾ ഇവിടെ നിർമ്മിക്കുന്നത്. ദില്ലിയിലെ അംബാലയിലാണ് ഇന്ത്യയുടെ എയർഫോഴ്സ് സ്റ്റേഷൻ ഉള്ളത്. ഇന്ത്യയിലെ റഫാൽ യുദ്ധവിമാനങ്ങൾ എല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നത് ദില്ലിയിലെ അംബാലയിലുള്ള ഈ എയർഫോഴ്സ് സ്റ്റേഷനിലാണ്. ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായാൽ അംബാലയിൽ നിന്ന് റഫാൽ യുദ്ധവിമാനങ്ങൾ പറന്നുയരും. ഇൻഡോ പാക് അതിർത്തിയിലാണ് അംബാല എയർഫോഴ്സ് സ്റ്റേഷൻ നിലകൊള്ളുന്നത്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമ ബേസ് ആണിത്. ഗോൾഡൻ എറോയ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ 17 സ്ക്വാഡ്രൺ പ്രവർത്തിക്കുന്നത് അംബാല എയർബേസിലാണ്. 1919 ആദ്യമായി ഇവിടെ ഒരു എയർബേസ് സ്ഥാപിക്കപ്പെട്ടത്. വെബ് ഡെസ്ക് തത്തുമൈ TV.